ഡൽഹി സ്ഫോടന കേസിൽ അന്വേഷണത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന സ്ഫോടന വസ്തുക്കൾ ഭീകരർ ഉപയോഗിച്ചതായാണ് സൂചന. അതിമാരക സ്ഫോടക വസ്തുക്കൾ അബദ്ധത്തിൽ പൊട്ടിയതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. അന്വേഷണം ഫരീദാബാദിലും കശ്മീരിലേക്കും നീളുന്നു. കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. അതേസമയം ഭൂട്ടാനിൽ നിന്ന് തിരികെ എത്തുന്ന പ്രധാനമന്ത്രിയും അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള വിവരവും വരുന്നു. ഭീകരർക്ക് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന സൂചനകളും പുറത്തുവരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഉണ്ടാകുമോ എന്ന ചോദ്യവും വ്യാപകമായി ഉയരുകയാണ്. അഭിലാഷ് രാധാകൃഷ്ണനും അജയ് സുധ ബിജുവും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അഭിലാഷിലേക്ക്. അഭിലാഷ്, ഇപ്പോഴും ഭീകരാക്രമണം എന്നുള്ളൊരു വാക്ക് സ്ഥിരീകരിക്കുന്നില്ല സർക്കാരിന്റെ ഭാഗത്ത്. സംഭവിച്ചിടത്തോളം ഇത് ഒരു കരുതിക്കുട്ടിയുള്ള അല്ലെങ്കിൽ കൃത്യമായി ഈ സ്ഥലത്ത് തന്നെ ലക്ഷ്യമിട്ടുള്ള ഒരു സ്ഫോടനമായിരുന്നോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല. സ്ഫോടക വസ്തുക്കൾ പൊട്ടിയതാകാമെന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുമ്പോഴും എങ്ങനെ ഈ പരിശോധനകളെല്ലാം അതിജീവിക്കാൻ ഭീകരരുടെ സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളൊരു ചോദ്യം പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. കൃത്യമായി സ്ഥിരീകരിക്കുന്നത് എന്താണ്? സർക്കാർ തലത്തിൽ നിന്ന് ഈ സംഭവത്തെ ഈ മിനിറ്റിൽ സ്ഥിരീകരിക്കുന്നത് ഏത് തരത്തിലാണ്? ജെയ്ഷെ മുഹമ്മദുമായിട്ടുള്ള ബന്ധം, വീഴ്ച, പരിശോധനകൾ ഉണ്ടായിട്ടുള്ള വീഴ്ച, സൈനികർ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുക, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട തലങ്ങളിലേക്കെല്ലാം പല തലങ്ങളിലേക്ക് കടക്കുന്ന വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സ്ഥിരീകരണം ഏതെല്ലാം തരത്തിലാണ്? അപർണ, ഈ വിഷയത്തിൽ പല രീതിയിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. സർക്കാരിന്റെ തലത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ കൃത്യമായ നിരവധി സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ NIA-യും NSGയും അടക്കമുള്ള പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികൾ, സൈനിക നേതൃത്വങ്ങളെല്ലാം ഇതിൽ ഇടപെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഈ പ്രദേശത്ത് നിന്ന്, അതായത് സ്ഫോടനമുണ്ടായ സ്ഥലത്ത് നിന്ന് അവിടുത്തെ 2 സാമ്പിളുകൾ, പ്രധാനമായിട്ടും അമോണിയം നൈട്രേറ്റും അടക്കമുള്ള ചില സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം അവിടെ കിട്ടിയിരിക്കുന്നു. 40ഓളം സാമ്പിളുകൾ NSGയുടെ നേതൃത്വത്തിലുള്ള പരിശോധനാ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 2 എണ്ണത്തിൽ അതിമാരകമായ സ്ഫോടക വസ്തുക്കൾ ഉണ്ടെന്നുള്ളതാണ് പ്രാഥമിക വിവരം. അത് പരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷമേ അതിലൊരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, അവിടുന്ന് വെടിയുണ്ടകൾ അടക്കമുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് വിവരം. ഈ അപർണ ചോദിച്ചതുപോലെ ഇവർ എങ്ങനെയാണ് ഡൽഹിയിൽ എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ ഒരു ചെങ്കോട്ടയ്ക്ക് മുന്നിലെ ഈ സ്ഫോടനം, ഈ തീവ്രവാദികൾ, ഈ ഭീകരവാദികൾ അത് അവർ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു സംഭവമല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ പരിശോധനകളിൽ നിന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലാകുന്നത്. കാരണം ഫരീദാബാദിൽ 10-ാം തീയതിയാണ് ഇത്തരത്തിൽ 2900-ഓളം കിലോ സ്ഫോടക വസ്തുക്കളുമായി 2 ഡോക്ടർമാർ, ഒരു മുസമ്മൽ ഗനൈൽ എന്ന് പറയുന്ന ഒരു ഡോക്ടർ പിടിയിലാവുന്നത്. അയാളുടെ ഫോണൊക്കെ പരിശോധിക്കുമ്പോഴാണ് ഡോക്ടർ ഷഹീൻ സയ്യിദ് എന്ന് പറയുന്ന ഒരു വനിതാ ഡോക്ടർ കൂടി പിടിയിലാവുന്നത്. അവരുടെ പക്കൽ നിന്നും അവരുടെ പേരുള്ള കാറിൽ നിന്ന് റൈഫിൾ അടക്കം AK-47 അടക്കമുള്ള തോക്കുകൾ പിടിച്ചെടുത്തു. അതിന് പിന്നാലെ ഡോക്ടർ അദീൽ എന്ന് പറയുന്ന മറ്റൊരു ഡോക്ടർ കൂടി പിടിയിലാവുന്നു. അങ്ങനെ ഈ 3 പേർ പിടിയിലാവുന്ന സമയത്താണ് ഇത്തരത്തിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിലെ നേതാവെന്ന് കരുതപ്പെടുന്ന ഉമർ നബി എന്ന് പറയുന്ന ഡോക്ടർ കൂടി ഇവിടത്തേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ഇവർ പിടിയിലായതിന് തൊട്ടു പിന്നാലെ ഒരു I-20 കാർ ഫരീദാബാദിലെ ഇവർ അൽഫല എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ, അവിടെയാണ് ഇവർ ജോലി ചെയ്തിരുന്നത്. ആ അൽഫലയിലെ കോളേജിൻ്റെ സൈഡിൽ ഒതുക്കിയിട്ടിരുന്ന ഈ I-20 കാർ 12 ദിവസമായി അവിടെ പാർക്ക് ചെയ്തിരുന്ന കാർ, അന്നാണ് നവംബർ 10-ാം തീയതിയാണ് അവിടുന്ന് വാഹനം പുറപ്പെടുന്നത്. അന്ന് രാവിലെ 7:45 തന്നെ ഹരിയാനയിൽ നിന്ന് പുറപ്പെട്ട കാർ 8:45 ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് പല ചെക്ക് പോയിന്റിലും അതുപോലെ കൊണാട്ട് പ്ലേസിലും മയൂർ വിഹാറിലും അടക്കമുള്ള ജനവാസ പ്രദേശങ്ങളിലൂടെ ഈ കാർ കടന്നു പോകുന്നു. അപ്പോൾ ടോൾ പ്ലാസയിലടക്കം ഈ കാർ നിർത്തി ടോൾ കൊടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം 3:15 ചെങ്കോട്ടയിലെത്തുന്നു. ചെങ്കോട്ടയിലെ പാർക്കിംഗ് ഏരിയയിൽ 3 മണിക്കൂറോളം ഈ കാർ നിർത്തിയിടുന്നു. അതിനുശേഷം 6:20 ആ കാർ അവിടെ നിന്ന് എടുത്ത് യാത്ര തുടങ്ങുന്നത്. പതുക്കെ പോകുന്ന കാർ അടുത്ത ചെങ്കോട്ടയ്ക്ക് മുന്നിലുള്ള ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെ എത്തുമ്പോൾ അത് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ നിഗമനം എന്ന് പറയുന്നത് ഇതൊരു ചാവേർ ആക്രമണമായി ഒരിക്കലും കാണാൻ കഴിയില്ല. കാരണം ചാവേർ ആക്രമണം പദ്ധതിയിട്ട് നടപ്പാക്കിയതായിരുന്നെങ്കിൽ കുറച്ചുകൂടി ആൾത്തിരക്കുള്ള മറ്റൊരു സ്ഥലത്തേക്ക്, ചാന്ദിനി ചൗക്ക് അടക്കമുള്ള തൊട്ടടുത്ത സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ അങ്ങോട്ട് പോകാതെ, കൂടുതൽ ആളുകളുള്ള ഇടത്തേക്ക് തൊട്ടടുത്തുണ്ടായിട്ടും അങ്ങോട്ട് പോകാതെ, അവിടെ ഇടിച്ച് കയറ്റാതെ സ്വയം ഈ വാഹനം പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്
അബദ്ധത്തിൽ ഈ സ്ഫോടക വസ്തുക്കൾ കാറിലിരുന്ന് പൊട്ടിയതാകാം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിരീക്ഷണം. ഇക്കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ട് പറഞ്ഞത്. പക്ഷേ ഈ വിഷയത്തിൽ ഈ പിടിയിലായവരിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ഉമർ നബി അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പദ്ധതികൾ ഇട്ടിരുന്നു. ദീപാവലി അടക്കം പ്രധാനപ്പെട്ട രാജ്യത്തെ ആഘോഷവേളയിൽ രാജ്യത്ത് സ്ഫോടനം നടത്താനും ഭീകരപ്രവർത്തനങ്ങൾ നടത്താനും പദ്ധതി ഇട്ടു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് ഈ ആക്രമണം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് ഈ ഉമർ നബി തൻ്റെ അമ്മയെ ഫോണിൽ വിളിച്ചിരുന്നു. എന്നിട്ട് തന്നെ ഇനി ഫോണിൽ വിളിച്ചാൽ കിട്ടില്ല, താൻ കുറച്ച് കാര്യങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഫോണിൽ വിളിക്കരുതെന്ന് പറഞ്ഞതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ ഉമർ നബിയും അതുപോലെ ഡോക്ടർ അദീലുമൊക്കെ അനന്തനാഗിലെ ജമ്മു കാശ്മീരിൽ ഡോക്ടറായി ജോലി ചെയ്യുന്നതാണ്. അവിടെ നിന്ന് അടക്കം വലിയ രീതിയിലുള്ള പ്ലാനുകൾ ഇട്ടിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. മാത്രമല്ല ഫരീദാബാദിലെ ഇവർക്ക് മുസമ്മൽ ഗനയിലിന് താമസിക്കാൻ സ്ഥലം കൊടുത്തിരുന്ന ഇർഫാൻ അഹമ്മദ് എന്ന് പറയുന്ന ഒരു ഇമാമുണ്ട്. ഇയാളാണ് ഈ ഒരു ആക്രമണത്തിൻ്റെ സൂത്രധാരൻ എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. മാത്രമല്ല ഇന്ന് മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നത് മുഹമ്മദ് ഇഷ്ടാഖ് എന്ന് പറയുന്ന മറ്റൊരു ഇമാമിനെ കൂടെ, പള്ളിയിലെ ഒരു ഇമാമിനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇയാൾക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് വിവരം. മാത്രമല്ല ഒക്ടോബർ 19-ാം തീയതി നൗഗാമിലെ കാശ്മീർ ശ്രീനഗറിലെ നൗഗാമിൽ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആ പോസ്റ്ററുകൾ പതിച്ചവർക്കും ഈ കൂട്ടർക്കും, ഈ വൈറ്റ് കോളർ ഭീകരർ എന്ന് ഇപ്പോൾ വിളിക്കപ്പെടുന്ന ഇവർക്കും അതിൽ പങ്കുണ്ട് എന്നുള്ള ഒരു സൂചന വരുന്നു. ഇവർ തമ്മിൽ ഒരുമിച്ച് ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ ഇത് കണക്ഷൻ ഡൽഹിയിൽ നിന്ന് ഹരിയാനയിലേക്ക്, അല്ലെങ്കിൽ ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലേക്ക്, അവിടുന്ന് അഭിലാഷ് ഇപ്പോൾ പറഞ്ഞ പോലെ ഇമാമുമായിട്ട് ബന്ധം അൽഫലാഹ് സർവകലാശാലയിൽ നടക്കുന്ന പരിശോധനകളൊക്കെ കൂട്ടിച്ചേർത്താണ് വായിക്കേണ്ടത്. അതായത് ഇത് സർവകലാശാലകളിലേക്ക് കൂടി ഈ പരിശോധന അതേത് തരത്തിലാണ് പുതിയ സൂചനകൾ പുറത്തു വരുന്നത്? അപർണ, ഈ അൽഫലാഹ് സർവകലാശാലയിൽ ഇപ്പോൾ ഈ നിമിഷം നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷവും വലിയ രീതിയിലുള്ള പരിശോധനകൾ നടക്കുകയാണ്. 70ഓളം പേരെയാണ് അവിടെ ചോദ്യം ചെയ്തു വരുന്നത്. ഈ അവരുമായി ബന്ധപ്പെട്ട് ഈ ഉമർ നബിയുമായി ബന്ധപ്പെട്ട് ഈ ഇമാമുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി പേരെ ചോദ്യം ചെയ്തു വരികയാണ്. അതിൽ വിദ്യാർത്ഥികളുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. കാരണം ഇയാൾ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയാണ്. ഇവരെല്ലാം ഈ മൊഡ്യൂളിൽ, വൈറ്റ് കോളർ മൊഡ്യൂളിലുള്ള ഇവരെല്ലാം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നവരോ അവരുമായി അടുത്ത് ഇടപഴകുന്നവരോ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ യൂണിവേഴ്സിറ്റിയിലെ പല വിദ്യാർത്ഥികൾക്കും ഇവരുമായി അടുപ്പമുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും കുട്ടികളെയൊക്കെ ഇവർ വലയിലാക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടി അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ വ്യാപകമായ തെരച്ചിലാണ് നടത്തുന്നത്. ഈ തെരച്ചിലാണ് മനസ്സിലായത് കഴിഞ്ഞ ഒക്ടോബർ 20-ാം തീയതി വാങ്ങിച്ച ഈ ഹ്യുണ്ടായി i20 കാർ, അത് അന്ന് തന്നെ ഇയാൾ ഉമർ നബി അതുകൊണ്ടുപോയി പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുന്നു. പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്തതിനു ശേഷം തിരിച്ച് അയാളുടെ സ്വിഫ്റ്റ് ഡിസയർ പാർക്ക് ചെയ്തിരിക്കുന്ന അതേ പോർച്ചിൽ കൊണ്ടുപോയി ഈ കാറ് ഒതുക്കിയിടുന്നു. അതിനുശേഷം തൻ്റെ കൂട്ടുകാർ അറസ്റ്റിലായി എന്ന് അറിയുന്ന അടുത്ത നിമിഷം തന്നെ ആ കാറും എടുത്ത് അയാൾ അവിടുന്ന് പായുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് പോലീസിൻ്റെ അന്വേഷണം തന്നിലേക്ക് എത്തും എന്ന് തീർച്ചപ്പെടുത്തിയ സമയം അയാൾ അവിടുന്ന് കാറും എടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. അയാൾ നേരെ എത്തിയത് ഡൽഹിയിലേക്കാണ്. ഒരുപക്ഷെ എന്തുകൊണ്ട് അയാൾ ഡൽഹി തിരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യം വരുമ്പോൾ ഒരുപക്ഷെ അവർ ഡൽഹിയിൽ നേരത്തെ ഒരു ആക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നിരിക്കാം. ഏതെങ്കിലും സ്ഥലത്തിൽ ഡൽഹിയിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒരു ആക്രമണ പദ്ധതി ഇട്ടിരുന്നിരിക്കാം. പക്ഷേ അത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച നടത്തണമെന്ന് വിചാരിച്ചിരുന്നിരിക്കില്ല. മറ്റേതെങ്കിലും ഒരു സമയത്ത്, മറ്റേതെങ്കിലും ആൾക്കൂട്ടം ഉണ്ടാകുന്ന ഒരു സമയത്ത് നടത്താമെന്ന് വിചാരിച്ചിരുന്നത്. വളരെ വേഗം പോലീസ്, ഇവർ വിചാരിക്കുന്നതിനെല്ലാം മുമ്പ് പോലീസ് അവരുടെ അടുത്തേക്ക് എത്തിയതോടുകൂടി താൻ രക്ഷപ്പെട്ട് നടത്തിയ ഒരു ആക്രമണത്തിന്റെ ഭാഗമായി തന്നെ ഒരു പാനിക് അറ്റാക്കാണ്, പാനിക്കിലൂടെ ഉണ്ടായ ഒരു അറ്റാക്കാണ് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം, ഡോക്ടർ ഷഹീൻ സയ്യിദ് എന്ന് പറയുന്ന ലക്നൗ സ്വദേശിയായിട്ടുള്ള ഒരു യുവ ഡോക്ടറുണ്ട്. 40 വയസ്സുള്ള ആളാണ്. അവർക്ക് ഈ ജെയ്ഷെ മുഹമ്മദുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള നിർണായകമായ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. ജെയ്ഷെ മുഹമ്മദിലെ വനിതാ വിഭാഗമായിട്ടുള്ള ജമാഅത്ത് ഉൽ മുമിനാത്ത് എന്ന് പറയുന്ന സംഘടനയുമായി ഇവർക്ക് ബന്ധമുണ്ട്. ഇവർ ഇന്ത്യയിൽ നിന്ന് വനിതകളെ ആ സംഘടനയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു കണ്ണിയാണ്, ഒരു പ്രധാന കണ്ണിയാണെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ബന്ധമുണ്ട്, അതായത് രാജ്യത്തിന് പുറത്ത് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള സംഘടനകളുമായി ഇതിന് എന്തൊക്കെ ബന്ധങ്ങളുണ്ടെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ NIA അന്വേഷണ സംഘം ജെയ്ഷെ മുഹമ്മദ് അടക്കം ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള സംഘടനകളുമായി അവർക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുകയാണ്. അത്തരത്തിൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വൈറ്റ് കോളർ ആയിട്ടുള്ള ഈ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഈ 4-5 പേർക്ക് മാത്രമല്ല ഇതിന് പിന്നിൽ അവർക്ക് ഇത് പ്രവർത്തിക്കാനായിട്ടുള്ള, കാരണം ഒരൊറ്റ കാര്യം നമുക്ക് ഊഹിച്ചാൽ മതി, 2900 കിലോ എക്സ്പ്ലോസീവ്
എന്ന് പറയുന്നത് അങ്ങനെ ആർക്കും പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമല്ല. ആർക്കും അങ്ങനെ അത് ഒന്നാമത് നമുക്കത് കയ്യിൽ കിട്ടാനായിട്ട്, അത് നേടിയെടുക്കാനായിട്ടുള്ള പാട്, അതിനുശേഷം അത് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള പാട്, അത് ശേഖരിച്ച് വയ്ക്കാനുള്ള പാട്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള സഹായം, സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ്. അത് എവിടുന്ന് കിട്ടി, അത് ഇതിനുള്ള പണം, ഇത്രയും എക്സ്പ്ലോസീവ് വാങ്ങാനുള്ള പണം എവിടുന്ന് കിട്ടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് അവർക്ക് ആരെത്തിച്ചു കൊടുത്തു, അതായത് ഈ ഡോക്ടർമാരായിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള എക്സ്പ്ലോസീവ്സ് ആരെത്തിച്ചു കൊടുത്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. ആ ചോദ്യങ്ങളിലേക്ക് ആണ് ഇപ്പോൾ അന്വേഷണ സംഘം കൃത്യമായി വിരൽ ചൂണ്ടുന്നത്. അങ്ങോട്ടേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത്. അത് ഒരുപക്ഷേ ഞാൻ തിരികെ എത്താം.